Hi, Namaskaram. Once again, welcome back to our channel. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു അൺബോക്സിംഗ് ആണ്. അൺബോക്സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കുറച്ച് ദിവസം മുമ്പ് ഗോപ്രോയുടെ ഒരു ആക്ഷൻ ക്യാമറ വാങ്ങിയായിരുന്നു. അന്ന് വാങ്ങിയപ്പോൾ തന്നെ ഞാൻ പറഞ്ഞായിരുന്നു ഈ ക്യാമറ ഞാൻ തികച്ചും ഫ്രീയിലാണ് വാങ്ങുന്നത്. ഫ്രീയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻവെസ്റ്റ്മെന്റും ഇല്ലാതെ ഞാൻ ഓൺലൈനിൽ നിന്നും ഏൺ ചെയ്ത ക്യാഷ് കൊണ്ടാണ് ഈ ക്യാമറ വാങ്ങുന്നതെന്ന്. അപ്പോൾ ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഈ കാണിച്ചിരിക്കുന്ന ലിങ്കിൽ പോയി നിങ്ങൾക്ക് ആ വീഡിയോ കാണാവുന്നതാണ്. എങ്ങനെയാണ് ഞാൻ ആ ക്യാഷ് ഉണ്ടാക്കിയതെന്ന് പറയുന്നതിന് മുമ്പ് നമുക്ക് ആദ്യം ഈ ക്യാമറയുടെ അൺബോക്സിംഗ് ഒന്ന് കാണാം. അത് കഴിഞ്ഞിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കാം. അതിനു മുമ്പ് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. കാരണം ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഇനിയും കാണാൻ കഴിയുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഒട്ടും താമസിക്കാതെ പോയി അൺബോക്സിംഗ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഫൈനലി നമ്മളുടെ ഹീറോ 7 ബ്ലാക്കിൻ്റെ ലിമിറ്റഡ് എഡിഷൻ നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇതാണ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇതിൻ്റെ കൂടെ 2-3 ആക്സസറീസ് കിട്ടിയിട്ടുണ്ട്, അതും അൺബോക്സിങ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഫസ്റ്റ് നമുക്ക് നമ്മളുടെ ഗോപ്രോ ഹീറോ 7 നമുക്ക് അൺബോക്സ് ചെയ്യാം. ഇതിനങ്ങോട്ട് സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ അൺബോക്സിങ് ചെയ്യാൻ വേറെ ടൂളൊന്നുമില്ല, നമ്മൾ നാടൻ സ്റ്റൈലിൽ അൺബോക്സിങ് ആണ് ചെയ്യുന്നത്. അപ്പോൾ ഫൈനലി ഇതാണ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. നിങ്ങൾ പ്രോഡക്റ്റ് കാണാവുന്നതാണ്. ഡെസ്ക് വെയിറ്റ് ഇതിൻ്റെ ലിമിറ്റഡ് എഡിഷനാണ്. ഹീറോ 7 ബ്ലാക്കിൻ്റെ ലിമിറ്റഡ് എഡിഷൻ ഡെസ്ക് വെയിറ്റ് ആണിത്. സൈഡിൽ വരപ്പം കുറച്ച് സ്പെസിഫിക്കേഷൻ എഴുതിയിട്ടുണ്ട്. ഈ ആക്ഷൻ ക്യാമറയുടെ സ്പെസിഫിക്കേഷൻസ് ആണ്. 12 മെഗാ പിക്സൽ ക്യാമറയാണ്. അതിൻ്റെ കൂടെ 4K 60 FPS-ലും 1080p 240 FPS-ലും നമുക്കിതിൽ റെക്കോർഡ് ചെയ്യാവുന്നതാണ്. അത് കഴിഞ്ഞെന്ന് പറഞ്ഞാൽ 10 മീറ്റർ വരെ നമുക്ക് വാട്ടർ ലെവലിന് താഴോട്ട് 10 മീറ്റർ വരെ ഇത് യൂസ് ചെയ്യാം, കുഴപ്പമില്ല. പിന്നെ ഇതിൻ്റെ ഓഡിയോ കുറിച്ച് ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ടച്ച് സ്ക്രീന്, അത് കഴിഞ്ഞ് 8x സ്ലോ മോഷനാണ്, പിന്നെ GPS ഉണ്ട്, HDR ഉണ്ട്, ഹൈപ്പർ സ്മൂത്ത്, ഇതാണ് മെയിൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഹൈപ്പർ സ്മൂത്ത് സ്റ്റെബിലൈസേഷൻ ഉണ്ട്, അത് കഴിഞ്ഞ് ലൈവ് സ്ട്രീമിംഗ് ഉണ്ട്. അപ്പോൾ ഇത്രയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് മുകളിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രൈസും ബാക്കി കാര്യങ്ങളും എഴുതിയിട്ടുണ്ട്. ഇത് ഞാൻ പറഞ്ഞല്ലോ ലിമിറ്റഡ് എഡിഷനാണ്, അതുകൊണ്ട് നോർമൽ ഗോപ്രോ ഹീറോ 7 ബ്ലാക്കിനെക്കാളിൽ റേറ്റ് കൂടുതലാണ്. ഇത് 35,500 ആണ് ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇതിൽ വേറെ ഒന്നുമില്ല, പുറത്ത് ഒന്നുമില്ല. ഇനി ഇതിനെ നമുക്ക് അൺബോക്സ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ താഴെ നിന്ന് ഇവിടെ ഒരു ഓപ്പണിങ് കൊടുത്തിട്ടുണ്ട്, അതങ്ങ് വലിച്ച് കീറിയാൽ നമുക്കിത് തുറക്കാവുന്നതാണ്. ഇങ്ങനെ തുറന്ന് ബോക്സ് ഇത് തുറന്ന് കഴിയുമ്പോൾ ഇതാണ് നമ്മുടെ ഗോപ്രോ ഹീറോ 7 തുറന്ന് കഴിയപ്പോൾ ഉള്ള ലുക്ക് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് ഇതെന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല. അത് കഴിഞ്ഞതാ ഇത് നമ്മുടെ ഗോപ്രോയാണ്, ഇവിടെ മൗണ്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നമുക്ക് അതിനെ ഇളക്കാം. ഇതിൻ്റെ ഈ സ്ക്രൂ ഫസ്റ്റ് തന്നെ എൻ്റെ ഗോപ്രോ കയ്യിൽ നിന്ന് താഴെ പോയിട്ടുണ്ട്. അത് കഴിയുമ്പോൾ ഇത് ഒരു നോർമൽ മൗണ്ടാണ്, ഇവർ ഡിസ്പ്ലേക്ക് വേണ്ടി വെച്ചിരിക്കുന്ന മൗണ്ടാണ്. അത് കഴിഞ്ഞ് നമുക്ക് ഈ ബോക്സ് തുറക്കാം. ഈ ബോക്സിനകത്താണ് ബാക്കി മൗണ്ട്സും ഇതിൻ്റെ ചാർജർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത്. അതാ ബോക്സ് തുറന്ന് ബോക്സിലെ കണ്ടന്റ് നിങ്ങൾക്ക് കാണാമെന്നുള്ളതാണ്. എന്ന് പറയുന്നത് ബാറ്ററി, നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. ഇതൊരു സൈഡിലോട്ട് വയ്ക്കാം. അത് കഴിഞ്ഞെന്ന് പറയുന്നത് ഇതൊരു നോർമൽ മൗണ്ട്, നമുക്ക് ഹെൽമെറ്റിലൊക്കെ മൗണ്ട് ചെയ്യണമെങ്കിൽ മൗണ്ട് ചെയ്യാം. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ ഫ്ലാറ്റ് സർഫസ് മൗണ്ടാണ്. പിന്നെ ഉള്ളൊരു മൗണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ജസ്റ്റ് ചെറിയ ബെൻഡഡ് ആയിട്ടുള്ള മൗണ്ടാണ്. ഇത് ഇതാണ് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നത് ഹെൽമെറ്റിലൊക്കെ മൗണ്ട് ചെയ്യാൻ പറ്റിയത്. കാരണം ഇത് കുറച്ച് ഇതിൻ്റെ സർഫസ് എന്ന് പറയുന്നത് ബെൻഡഡാണ്. ഇതായി. അത് കഴിഞ്ഞിട്ട് ഇതൊരു സി ടൈപ്പ് കേബിളാണ്. സി ടൈപ്പ് USB കേബിള് നമുക്ക് ചാർജ് ചെയ്യാനും അതേപോലെ ഡാറ്റ ട്രാൻസ്ഫറിനൊക്കെ വേണ്ടി യൂസ് ചെയ്യണം. ഇത്രയേ ഉള്ളൂ ഇതിനകത്ത് വേറെ ഒന്നുമില്ല. അപ്പോൾ ഫൈനലി ഇതാണ് നമ്മുടെ ക്യാമറ എന്ന് പറയുന്നത്. ക്യാമറ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പ്രൊട്ടക്റ്റീവ് കവറിനോട് കൂടിയാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഈ കവർ ഇളക്കി നോക്കാം. കവർ ഇളക്കാൻ വേണ്ടി ഇതിൻ്റെ മുകളിലത്തെ ഇതിനെ ഒന്ന് ഫ്ലിപ്പ് ചെയ്ത് പതുക്കെ നമുക്കിതിൽ നിന്ന് ഇത് ഇളക്കിയെടുക്കാവുന്നതാണ്. ആ കവറിൽ നിന്ന് ഇളക്കി കഴിയുമ്പോൾ ഇതാണ് ക്യാമറ എന്ന് പറയുന്നത്. ഇതാണ് ക്യാമറയുടെ ലുക്ക്. ഫുള്ള് വേറെ കവറൊന്നും ഇല്ലാതെയുള്ള ലുക്ക് ഇതാണ്. അതിൽ നമുക്ക് ക്യാമറയിൽ നോക്കുമ്പോഴെന്ന് പറയുന്നത് ഫ്രണ്ടിലൊരു ചെറിയ സ്ക്രീൻ കാണാം. ബാക്കിൽ നമ്മളുടെ ഡിസ്പ്ലേ ബാക്കിൽ വരും. ഫ്രണ്ടിൽ വരുന്നതെന്ന് പറഞ്ഞാൽ ബാറ്ററി ഇൻഡിക്കേറ്ററും കാര്യങ്ങളൊക്കെയാണ്. അതിപ്പോൾ ഓണാക്കി കാണിക്കാം. അത് കഴിഞ്ഞിട്ട് ഇത് ലെൻസും കാര്യങ്ങളും. അത് കഴിഞ്ഞ് കാണാമെന്നുള്ളതെന്ന് പറഞ്ഞാൽ മുകളിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്യാപ്ചർ ബട്ടൺ എന്ന് പറഞ്ഞാൽ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാനായാലും ഫോട്ടോ എടുക്കാനായാലും ഉള്ള ക്യാപ്ചർ ബട്ടൺ. അത് കഴിഞ്ഞ് വരുന്നത് റൈറ്റ് സൈഡിൽ ഒരു പവർ ബട്ടൺ. അത് കഴിഞ്ഞ് വരുന്നതെന്ന് പറയുന്നത് ലെഫ്റ്റ് സൈഡിൽ ഇത് പ്രസ് ചെയ്ത് താഴോട്ട് തുറന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു USB-C ടൈപ്പിൻ്റെയും HDMI-യുടെയും പോർട്ട് കാണാം. USB-C ടൈപ്പ് നമുക്ക് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യണമെങ്കിലും അല്ലാതെ ചാർജ് ചെയ്യണമെങ്കിൽ അതിന് യൂസ് ചെയ്യാം. HDMI നമുക്ക് HDMI ഔട്ട് കൊടുക്കണമെങ്കിൽ അതിന് യൂസ് ചെയ്യാം. അത് കഴിഞ്ഞ് നമ്മൾ ഇതിൻ്റെ താഴത്തെ പോർഷനിലോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ബാറ്ററി സെക്ഷനാണ്. ഈ ബാറ്ററി സ്ലൈഡ് ചെയ്ത് ഞാൻ തുറന്നു കഴിഞ്ഞാൽ ഇവിടെ ബാറ്ററി കാണാം. ബാറ്ററി നമുക്ക് എങ്ങനെയാണ് ഊരിയെടുക്കേണ്ടത്. ബാറ്ററിയുടെ മുകളിൽ ഒരു ഫ്ലിപ്പ് കാണും, അതിൽ പിടിച്ചാണ് ഊരിയെടുക്കേണ്ടത്. ബാറ്ററി എന്ന് പറയുന്നത് പുഷ് ഇജക്ട് ബാറ്ററി അല്ല. അത് കഴിഞ്ഞ് ഇവിടെ സൈഡിൽ തന്നെ നമുക്കൊരു മൈക്രോ SD കാർഡ് കാണാം. ഇത്രയും ഇവിടെ ഉള്ളൂ. അത് കഴിഞ്ഞ് ഇത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി നമുക്കിതൊന്ന് ഓണാക്കി നോക്കാം. ഇത്രയുമായിരുന്നു
ക്യാമറയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇനി ഈ ക്യാമറ ഒന്ന് ഓണാക്കി നോക്കാം. ക്യാമറ ഓൺ ചെയ്ത് കഴിയുമ്പോൾ കാണാവുന്ന സ്ക്രീൻ ഇതാണ്. ഇതിലെന്ന് പറഞ്ഞാൽ ഇപ്പോൾ വീഡിയോ മോഡാണ് കിടക്കുന്നത്. അത് നമുക്ക് റൈറ്റ് സൈഡിലോട്ട് സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഫോട്ടോയോ വീഡിയോ മോഡ് ചേഞ്ച് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ബാക്കി സെറ്റിങ്സ് നമുക്ക് ഇങ്ങനെ മുകളിൽ നിന്ന് താഴോട്ട് സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ സെറ്റിങ്സും പ്രിഫറൻസും കാണാൻ കഴിയും. അതെല്ലാം നമുക്ക് ഇതിൽ ഓരോ സെറ്റിങ്സ് ആയിട്ട് നോക്കി അത് ചെയ്യാവുന്നതാണ്. അത് കഴിഞ്ഞ് നമുക്ക് ബാക്കിൽ കാണാൻ കഴിയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് ഏത് മോഡ്, വീഡിയോ മോഡാണോ ഫോട്ടോ മോഡാണോ കിടക്കുന്നത്, അതുപോലെ തന്നെ അതിൻ്റെ റെസൊല്യൂഷൻ, പിന്നെ എന്ന് പറയുന്നത് നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വീഡിയോയുടെ ടൈമിങ്, താഴെ നമുക്ക് ബാറ്ററി ഇൻഡിക്കേറ്ററും അതുപോലെ SD കാർഡിൻ്റെ ഇൻഡിക്കേറ്ററും എല്ലാം കാണാവുന്നതാണ്. ഇത്രയും മാത്രമാണ് ഫ്രണ്ടിലെ ഡിസ്പ്ലേയിൽ കാണാൻ പറ്റുന്നത്. പിന്നെ ഇതിലെന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല. അടുത്ത ഇതിൻ്റെ വീഡിയോ ക്വാളിറ്റി അതുപോലെ തന്നെ സ്റ്റെബിലൈസേഷനും ഒക്കെ എങ്ങനെയാണെന്നുള്ളത് ഞാൻ ഒരു വീഡിയോ എടുത്ത് കാണിക്കാവുന്നതാണ്. ഈ വീഡിയോ എന്ന് പറയുന്നത് ഹൈപ്പർ സ്മൂത്ത് സ്റ്റെബിലൈസേഷൻ ഓഫ് ചെയ്തുള്ളതാണ്. ഇതെന്ന് പറയുന്നത് ഹൈപ്പർ സ്മൂത്ത് സ്റ്റെബിലൈസേഷൻ ഓൺ ചെയ്തുള്ള വീഡിയോ ആണ്. അപ്പോൾ ഇത് തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ കണ്ടു കാണും. പിന്നെ ഇതിൻ്റെ ഡീമെറിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ എക്സ്റ്റേണൽ മൈക്ക് കണക്ട് ചെയ്യാൻ പറ്റത്തില്ല. എക്സ്റ്റേണൽ മൈക്ക് കണക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ഇതിന് അഡാപ്റ്റർ വാങ്ങിക്കണം. അഡാപ്റ്ററിന് തന്നെ 4500 തൊട്ട് 5000 റുപ്പീസ് വരെ വിലയുള്ളതാണ്. അപ്പോൾ നമുക്ക് ഒരു അഡാപ്റ്റർ വാങ്ങിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഇതിൽ എക്സ്റ്റേണൽ മൈക്ക് യൂസ് ചെയ്യാൻ പറ്റൂ. പക്ഷേ ഇതിൻ്റെ ഇൻറ്റേർണൽ മൈക്ക് നല്ല മൈക്കാണ്. ബട്ട് നമ്മൾ മോട്ടോ വ്ലോഗിങ്ങിനൊക്കെയാണ് ഇത് യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മളെ വിൻഡിൻ്റെയും കാരണം ഇത് പുറത്തായിരിക്കും ഇരിക്കണം, എന്നിട്ട് നമ്മൾ സംസാരിക്കുക, അപ്പോൾ അത്രയും വോയിസ് ഇതിൽ ക്ലാരിറ്റി വരത്തില്ല. അപ്പോൾ നമുക്കൊരു എക്സ്റ്റേണൽ മൈക്ക് ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. പക്ഷേ അത് ഇതിൻ്റെ ഇത്രയും പ്രൈസ് ഒക്കെ കൊടുത്ത് ഇത്രയും നല്ലൊരു കമ്പനി ഉണ്ടാക്കിയിട്ട് ഒരു എക്സ്റ്റേണൽ മൈക്കിൻ്റെയും കൂടെ ഓപ്ഷൻ കൊടുക്കേണ്ടതായിരുന്നു. എന്തായാലും അത് നമുക്ക് ഇനി ഫ്യൂച്ചറിൽ നമുക്ക് പ്രതീക്ഷിക്കാം. വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഫീൽ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അഥവാ കുറച്ച് നേരം ഓണായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓണായിട്ട് റെക്കോർഡിങ് ചെയ്യുന്നില്ല, അല്ലാതെ നോർമൽ സ്ലീപ്പ് മോഡിലായിട്ട് ഓണായി ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ശരിക്കും പെട്ടെന്ന് ഇത് കയറിയ ചൂടാവുന്നുണ്ട്. അത് ഇനി ഇതിൽ മാത്രം എൻ്റെ ഈ ക്യാമറയിൽ മാത്രമുള്ള പ്രശ്നമാണോ അതേ എല്ലാ വേറെയും ക്യാമറകളിൽ പ്രശ്നമുണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് ആരെങ്കിലും യൂസ് ചെയ്ത് അങ്ങനെ ഒരു പ്രശ്നം ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നെ കൂടെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. നിങ്ങൾക്ക് അൺബോക്സിംഗ് ഒക്കെ കണ്ട് നിങ്ങൾക്ക് അൺബോക്സിംഗ് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ ഇനി ഒട്ടും പോരടിപ്പിക്കാതെ ഞാൻ എങ്ങനെയാണ് ഓൺലൈൻ വഴി ക്യാഷ് ഉണ്ടാക്കിയതെന്ന് പറയാം. ഞാൻ ഓൺലൈൻ വഴി ക്യാഷ് ഉണ്ടാക്കിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയ ഗൂഗിളിൻ്റെ ഗൂഗിൾ ആഡ്സെൻസ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം യൂസ് ചെയ്താണ്. ഈ ഗൂഗിൾ ആഡ്സെൻസിനെ കുറിച്ച് നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ കണ്ടിട്ടുണ്ടായിരിക്കും. നിങ്ങൾ ഏതെങ്കിലും വെബ്സൈറ്റിൽ സെർച്ച് ചെയ്യുമ്പോൾ വെബ്സൈറ്റിൽ ചില അഡ്വർടൈസ്മെന്റുകൾ വരുന്നത് കാണാം. അതിൽ പവേർഡ് ബൈ ഗൂഗിൾ അല്ലെങ്കിൽ ഗൂഗിൾ ആഡ്സെൻസ് ഇതൊക്കെ എഴുതിയിരിക്കുന്നത് കാണാം. അങ്ങനെ ആ അഡ്വർടൈസ്മെന്റുകൾ നിങ്ങളെ ആ വെബ്സൈറ്റിൽ കൂടി കാണിക്കുന്നതിന് ആ വെബ്സൈറ്റിന്റെ ഓണറിന് കുറച്ച് പൈസ കിട്ടാറുണ്ട്. അങ്ങനെ അതേ മെത്തേഡ് യൂസ് ചെയ്താണ് ഞാനും ക്യാഷ് ഉണ്ടാക്കിയത്. അത് എങ്ങനെയാണ് പോസിബിൾ എന്ന് പറയാം. ഇന്നത്തെ കാലത്ത് ഓൺലൈൻ വഴി ക്യാഷ് ഉണ്ടാക്കുക അത്ര പാടുള്ള കാര്യമല്ല, എന്നാൽ അത്രയ്ക്ക് ഈസിയുമല്ല. ഇത് ഞാൻ പറയാൻ കാരണം നിങ്ങളിൽ പലരും കണ്ടിട്ടുണ്ടായിരിക്കും ഓൺലൈൻ വഴി ക്യാഷ് ഉണ്ടാക്കാൻ വേണ്ടി പല ആപ്ലിക്കേഷൻസും വെബ്സൈറ്റുകളും. അതൊക്കെ ഒന്നും സക്സസ് അല്ല. കാരണം നിങ്ങളിൽ പലരും യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കും, അത് ഒന്നും സക്സസ് ആയിട്ടും ഉണ്ടാകത്തില്ല. പക്ഷെ ഞാൻ ഈസി എന്ന് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് പ്ലാറ്റ്ഫോം, നമ്മൾക്ക് വേണ്ട കറക്റ്റ് പ്ലാറ്റ്ഫോം നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിൽ ബിസിനസ് ചെയ്യാനും എളുപ്പമാണ്. ഈ ഗൂഗിളിൻ്റെ ആഡ്സെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ബിസിനസ് ചാൻസ് ഉള്ള ഒരു കാര്യമാണ്. പല അഡ്വർടൈസ്മെന്റ് കമ്പനികളും അല്ലെങ്കിൽ പല കമ്പനികളും വെബ്സൈറ്റുകളും ഗൂഗിളിൻ്റെ ആഡ്സെൻസ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം യൂസ് ചെയ്ത് കോടികൾ ഉണ്ടാക്കുന്നുണ്ട്. നമ്മൾക്കും അതുപോലെ ഏൺ ചെയ്യാം. അതിൽ കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുത്ത് അതിൽ ഇൻട്രസ്റ്റോട് കൂടി നമ്മൾ അതിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾക്കും അതുപോലെ ക്യാഷ് ഉണ്ടാക്കാം. ഞാനും അതുപോലെയാണ് ക്യാഷ് ഉണ്ടാക്കിയത്. പക്ഷേ ഞാൻ അത്രയ്ക്ക് ഇൻട്രസ്റ്റ് അതിൽ കൊടുത്തിട്ടില്ല. എന്നാലും എനിക്ക് തുച്ഛമായ ഒരു പൈസ അതിൽ നിന്ന് കിട്ടി. അപ്പോൾ ഞാൻ അതിനെ കൂടുതൽ എൻഹാൻസ് ചെയ്യുകയാണെങ്കിൽ, ഞാൻ കൂടുതൽ അതിനെ ഇലാബറേറ്റ് ചെയ്ത് കൊണ്ടുപോവുകയാണെങ്കിൽ എനിക്ക് ഇനി അതിൽ നിന്ന് ഇനിയും ഏൺ ചെയ്യാൻ കഴിയും. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഏൺ ചെയ്തത് അല്ലെങ്കിൽ എങ്ങനെയാണ് ഏൺ ചെയ്യേണ്ട മെത്തേഡ് എന്ന് പറയാം. ഗൂഗിൾ ആഡ്സെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോം വേണം. എന്ന് പറഞ്ഞാൽ ഗൂഗിൾ എന്ന് പറയുന്നത് നിങ്ങൾക്ക് കുറച്ച് അഡ്വർടൈസ്മെൻറ്റുകൾ തരും. ആ അഡ്വർടൈസ്മെൻറ്റുകൾ പബ്ലിഷ് ചെയ്യാൻ നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോം വേണം. അത് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞ് ആ അഡ്വർടൈസ്മെൻറ്റ് ആൾക്കാർ കാണുന്നതിനനുസരിച്ചാണ് നിങ്ങൾക്ക് പൈസ കിട്ടുന്നത്. അപ്പോൾ അത് എവിടെ പബ്ലിഷ് ചെയ്യാം? നിങ്ങൾ വിചാരിക്കും നിങ്ങളുടെ കയ്യിലൊന്നുമില്ല, പിന്നെ എങ്ങനെയാണ് ഞാൻ പബ്ലിഷ് ചെയ്ത് അതിൽ ക്യാഷ് ഏൺ ചെയ്യുന്നതെന്ന്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഒരു ബ്ലോഗ് ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഒരു പേജ് ഉണ്ടാക്കാം. ഇതിനൊക്കെ വേണ്ടി ഇന്നെന്ന് പറയുന്നത് ശരിക്കും ഫ്രീ സർവീസസ് ഉണ്ട്. അപ്പോൾ ഞാൻ ഫ്രീ ആയിട്ട് വെബ്സൈറ്റ് ഉണ്ടാക്കുന്നതിനെ കുറിച്ചൊരു വീഡിയോ ഇട്ടായിരുന്നു. ആ വീഡിയോ ഞാൻ ഇവിടെ ലിങ്കിൽ ഇടാം. അപ്പോൾ അത് കണ്ടു നോക്കിയാൽ നിങ്ങൾക്ക് ഒരു ഫ്രീ ആയിട്ട് ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കാം. അങ്ങനെ വെബ്സൈറ്റോ ബ്ലോഗോ പേജോ ഒക്കെ ഉണ്ടാക്കിയിട്ട് അതിൽ ഈ അഡ്വർടൈസ്മെൻറ്റ് പോസ്റ്റ് ചെയ്ത് അതിലേക്ക് നിങ്ങൾക്ക് ട്രാഫിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരെ ആ അഡ്വർടൈസ്മെൻറ്റ് കാണിച്ച് നിങ്ങൾക്ക് ക്യാഷ് ഉണ്ടാക്കാം. അപ്പോൾ ആ അഡ്വർടൈസ്മെൻറ്റ് കാണാൻ വേണ്ടി നിങ്ങളുടെ ആ വെബ്സൈറ്റിൽ ആൾക്കാരെങ്ങനെ വരും? ആൾക്കാർ വരണമെങ്കിൽ നിങ്ങൾ ആ വെബ്സൈറ്റിൽ ഇടുന്ന കണ്ടന്റ് ആൾക്കാർക്ക് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള കണ്ടന്റ് ആയിരിക്കണം.
എന്ന് പറഞ്ഞാൽ നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടായിരിക്കും പല വെബ്സൈറ്റുകൾ. ചില വെബ്സൈറ്റുകൾ ടെക്കിനെ കുറിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊബൈൽസിനെയും ബാക്കി ടെക് ഗാഡ്ജറ്റ്സിനെയും കുറിച്ച് പറയുന്ന വെബ്സൈറ്റുകൾ. ചില വെബ്സൈറ്റുകൾ എന്ന് പറഞ്ഞാൽ വാർത്ത ന്യൂസിന് വേണ്ടിയുള്ള വെബ്സൈറ്റുകൾ. ചില വെബ്സൈറ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിലിം എന്ന് പറഞ്ഞാൽ മൂവിയും ഫിലിം ഇൻഡസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട വെബ്സൈറ്റുകൾ. ഇങ്ങനെ പല വെബ്സൈറ്റുകൾ കാണാം. അങ്ങനെ ആൾക്കാർക്ക് കാണണമെന്ന് ഇൻട്രസ്റ്റ് ഉള്ള വെബ്സൈറ്റുകളിൽ നിങ്ങൾ ഈ അഡ്വർടൈസ്മെൻറ്റ് പ്ലേസ് ചെയ്യുകയാണെങ്കിൽ അതിൽ വ്യൂവേഴ്സ് വരും, അങ്ങനെ പൈസ ഉണ്ടാക്കാം. ഞാനെന്ന് പറയുന്നത് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ആൻഡമാനിലായിരുന്ന സമയത്ത് അവിടുത്തെ കുറച്ച് ട്രാവൽ ഏജൻസികൾക്കും അല്ലാതെ ഞാനും എനിക്ക് ട്രാവൽ ഇതിനെക്കുറിച്ചുള്ള ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കി ഞാൻ അതിനെ മാനേജ് ചെയ്യുന്നുണ്ടായിരുന്നു. അന്ന് ഞാൻ ഈ ഗൂഗിൾ ആഡ്സെൻസ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ പോസ്റ്റുകൾ ഡയറക്റ്റ് ഗൂഗിൾ ആഡ്സെൻസിൽ നിന്ന് ഞാൻ ഈ അഡ്വർടൈസ്മെൻറ്റ് പോസ്റ്റുകൾ അതിലേക്ക് പബ്ലിഷ് ചെയ്ത് കുറച്ച് നാൾ മുമ്പ് ഒരു 3-4 മാസം മുമ്പ് തൊട്ട് അതിലോട്ടുള്ള ട്രാഫിക് കൂടിയപ്പോൾ ആ ട്രാഫിക് വഴിയാണ് എനിക്ക് ഈ ക്യാഷ് കിട്ടിയത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഞാൻ ഗൂഗിൾ ആഡ്സെൻസ് എങ്ങനെയാണ് ഞാൻ യൂസ് ചെയ്തതെന്ന്. പക്ഷേ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുള്ള ഒരു ഐഡിയ കിട്ടിക്കാണത്തില്ല. പക്ഷേ ഗൂഗിളിൻ്റെ ആഡ്സെൻസിനെ കുറിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ ഡീറ്റെയിൽസിന് വേണമെങ്കിൽ ഗൂഗിളിൻ്റെ തന്നെ googleadsense.com എന്ന് പറയുന്ന വെബ്സൈറ്റിൽ പോയി നിങ്ങൾക്ക് സെർച്ച് ചെയ്യാവുന്നതാണ്. അല്ല, ഇതിനെക്കുറിച്ച് ഞാൻ എങ്ങനെയാണ് ക്യാഷ് ഉണ്ടാക്കിയത്, പ്രോപ്പറായിട്ടുള്ള മെത്തേഡ് എങ്ങനെയാണ് അത് ക്രിയേറ്റ് ചെയ്യേണ്ടത്, എന്നിട്ട് എങ്ങനെ പ്ലേസ് ചെയ്യണം, നിങ്ങൾ എങ്ങനെയുള്ള വെബ്സൈറ്റ് അല്ലെങ്കിൽ ബ്ലോഗ് പോസ്റ്റ് ഉണ്ടാക്കിയാൽ നിങ്ങൾക്ക് അതിൽ റീച്ച് കിട്ടും, അതിൽ കൂടെ ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെ അറിയണമെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്ത് എന്നോട് ചോദിക്കുക. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇതിൽ കൂടി പറയുകയാണെങ്കിൽ അതിന് മാത്രമായി ഒരു 15 മിനിറ്റ് വേണം. അപ്പോൾ ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ ഭയങ്കര ലെങ്തി ആയിപ്പോവും. അത് നിങ്ങൾക്കും ബോറാകും, ഇത് കാണുന്ന എല്ലാവർക്കും ബോറായിരിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ അത് ഈ വീഡിയോയിൽ പറയുന്നില്ല. ബട്ട് നിങ്ങൾ ഒട്ടും വിഷമിക്കേണ്ട. നിങ്ങൾക്ക് എന്നോട് ഇൻസ്റ്റാഗ്രാമിലൂടെ ചോദിക്കാം, അല്ലെങ്കിൽ എൻ്റെ ഒരു വാട്സപ്പിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്, വാട്സപ്പിലൂടെ ചോദിക്കാം. അതുമല്ല നിങ്ങൾ കമൻറ്റ്, കൂടുതൽ ആൾക്കാർ ഇതിനെക്കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ അതിന് പ്രത്യേകമായിട്ടൊരു വീഡിയോ ഉണ്ടാക്കി ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയും മാത്രം. ഇനിയും ഇതുപോലുള്ള വിവരങ്ങളുമായി ഒരു പുതിയ വീഡിയോയിൽ കാണുന്നതുവരേക്കും ബി ഹാപ്പി, സ്റ്റേ ഹെൽത്തി, ജയ് ഹിന്ദ്.